ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രേസൽ വെർബാണ്. അതായത് PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫ്രേസൽ വെർബിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടുന്ന ഒരു സെഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ക്ലാസ് ഫുള്ള് കാണാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഗവൺമെന്റ് ഇസ് ഷുവർ ടു ഡാഷ് ടാക്സസ് സൂൺ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എന്തായിരിക്കും ആൻസർ? പുട്ടപ്പ് ആണ് അല്ലെ. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റേസ് ചെയ്യുക, ടാക്സസ് ഒക്കെ റേസ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ ഗവൺമെന്റ് ഇസ് ഷുവർ ടു റേസ് ടാക്സസ് സൂൺ അല്ലെങ്കിൽ പുട്ടപ്പ് ടാക്സസ് സൂൺ. ഓക്കെ, അപ്പൊ പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുക എന്നൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ. റേസ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, സ്റ്റേ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള മീനിങ്സ് ഒക്കെ ഉണ്ട്. ഇനി പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യാണ്. ഓക്കെ, പോസ്റ്റ്പോൺ. ഇതും ഒരുപാട് തവണ PSCയിലും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പോസ്റ്റ്പോൺ ചെയ്യുക, പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുട്ട് ഇൻ എന്ന് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒറിജിനൽ പുട്ടായിട്ട് ഓർക്കാം. പുട്ട് ഇങ്ങനെ പുട്ടുകുറ്റീനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് വന്ന് അപ്പായി കഴിയുമ്പോൾ എന്ത് പറ്റി? റേസ് ചെയ്തു. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമുക്ക് പിന്നെ ഉണ്ടാക്കാം അല്ലെ. പോസ്റ്റ്പോൺ ചെയ്തു, ബാക്കിയുള്ള പരിപാടികളൊക്കെ പോസ്റ്റ്പോൺ ചെയ്തെന്ന് ഓർക്കാം. പുട്ട് എക്രോസ്, പുട്ട് വേണമെന്ന് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, നമ്മുടെ ആൻസർ ടേൺ അപ്പ് ആണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ് ചെയ്യുക അല്ലെങ്കിൽ റീച്ച് ചെയ്യുക കേട്ടോ. അറൈവ് ചെയ്യുക അല്ലെങ്കിൽ റീച്ച് ചെയ്യുക എന്ന മീനിങ് വരുന്ന വേർഡ് ആണ് ടേൺ അപ്പ്. ഓക്കെ, അവിടേക്ക് ടേൺ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് എത്തി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അറൈവ് ചെയ്യുക അല്ലെങ്കിൽ റീച്ച് ചെയ്യുക. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് അറ്റ്, ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോൾ അറ്റ് എന്ന് പറയുക. വിസിറ്റ് എ പ്ലേസ്. ഓക്കെ, നമ്മൾ ഈ അറ്റൊക്കെ പറയാറില്ലേ മെയിൻ ആയിട്ട്? എന്താ, പ്ലേസ് പറയുമ്പോഴല്ലേ നമ്മൾ കൂടുതലും അറ്റ് പറയാ അല്ലെ. അപ്പൊ അതേപോലെ ഓർക്കാം, കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് ആണ് കേട്ടോ. ഇനി ടേൺഡ് ഓൺ. ടേൺഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് സംതിങ്, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ് ടേൺഡ് ഓൺ. ടേൺഡ് ഓൺ. ഇനി കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ് ഓഫ് കോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? അത് ക്യാൻസൽ ചെയ്തു അല്ലെ. ഓഫ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ ഓർക്കാലോ. അപ്പൊ കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ക്യാൻസൽ. അപ്പൊ ഒന്നും കൂടെ നോക്കിയേ, ടേൺ അപ്പ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, അറൈവ് ചെയ്യുക അല്ലെങ്കിൽ റീച്ച് ചെയ്യുക. കോൾഡ് അറ്റ്, കോൾഡ് ഓൺ ഉണ്ട് കേട്ടോ. കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. നമ്മളൊരു പേഴ്സണെ വിസിറ്റ് ചെയ്യണ സമയത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെൽ ഓൺ ചെയ്യും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. അതേസമയം കോൾ അറ്റ് ആണെങ്കിൽ വിസിറ്റ് എ പ്ലേസ്. അപ്പൊ അത് ഓക്കെ അല്ലേ. ഇനി ടേൺഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്തു അല്ലെ. ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. എന്തെങ്കിലുമൊക്കെ കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടേൺ ഓൺ എന്നുള്ള രീതിയിൽ പറയാം. ദേ എഗ്രി ടു മീറ്റ് അറ്റ് ദി എയർപോർട്ട് ബട്ട് ഹി ഡിഡന്റ് ഡാഷ്. അവർ എയർപോർട്ടിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ എഗ്രി ചെയ്തിരുന്നു, പക്ഷെ ബട്ട് ഹി ഡിഡന്റ്, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ടേൺ അപ്പ് ആണ് അല്ലെ. അവിടെ എത്തിയില്ല എന്നുള്ള രീതിയിൽ അറൈവ് ചെയ്യുക. പഠിച്ചില്ല. അപ്പൊ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ് ചെയ്യുക. ഇനി കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലേസ് സന്ദർശിക്കുക അല്ലെ. ഒരു പ്ലേസ് സന്ദർശിക്കുക, അതിനാണ് കോൾ അറ്റ് എന്ന് പറയാ. ടേൺ ഓൺ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. കോൾ ഓൺ എന്ന് പറഞ്ഞാലോ വിസിറ്റ് പേഴ്സൺ. നമ്മൾ പറഞ്ഞു ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യുമ്പോഴാണ് കോളിംഗ് ബെൽ ഓൺ ചെയ്യുക അല്ലെ. അപ്പൊ വിസിറ്റ് എ പേഴ്സൺ. അപ്പൊ ദേ എഗ്രി ടു മീറ്റ് അറ്റ് ദി എയർപോർട്ട് ബട്ട് ഹി ഡിഡന്റ്, അവൻ എത്തിയില്ല അല്ലെങ്കിൽ എത്തിച്ചേർന്നില്ല എന്ന് മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏത് അതിനകത്ത് വരുന്നേ? ടേൺ അപ്പ് ആണ് അല്ലെ. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ, ടേൺ അപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അതോറിറ്റി ടേൺഡ് ഡൗൺ ദി പ്രപ്പോസൽ. ഈ ടേൺ ഡൗണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രേസൽ വെർബാണ് ചോദിച്ചിട്ടുള്ളത്. ടേൺ ഡൗൺ അല്ലെ. ടേൺ ഡൗൺ, ഡൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും ഹ്യൂമിലിയേഷനോ അല്ലെങ്കിൽ റിജക്ട് ചെയ്തിട്ടുള്ളതൊക്കെ ആയിരിക്കും അല്ലെ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്റ്റഡ് കേട്ടോ. റിജക്റ്റഡ്, റിജക്ട് ചെയ്യുക എന്ന മീനിങ് വരുന്ന വാക്കാണ്, ഫ്രേസൽ വെർബാണ് ടേൺ ഡൗൺ. ഡൗണിലേക്ക് ആക്കി റിജക്ട് ചെയ്തു അല്ലെ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിജക്റ്റഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ,
പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, സ്റ്റേ ചെയ്യുക. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുക. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് ആണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ് ചെയ്യുക. ടേൺ ഓൺ എന്ന് പറഞ്ഞാലോ സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക. ഇനി കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാലോ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ക്യാൻസൽ ചെയ്യുക അല്ലെ. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ വിസിറ്റ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോ ഇനി ഇതേപോലെ തന്നെ ടേൺ ഡൗൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റിജക്റ്റഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത് നോക്കാം. വി ഷുഡ് ഓൾവേസ് ഡാഷ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ഇൻ ഡിക്ഷണറി. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ലുക്ക് അപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഡയറക്ടറി കേട്ടോ, ഡിക്ഷണറി മാത്രമല്ല ഡയറക്ടറി, ഇതിലൊക്കെ സെർച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫ്രേസൽ വെർബ് ലുക്ക് അപ്പ് ആണ്. എന്താണ് ലുക്ക് അപ്പ്? ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് സംതിങ് അല്ലെങ്കിൽ സെർച്ച് സം വേർഡ്സ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി ആണ്. ഇനി ഓർക്കാനായിട്ട് ഈ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി ഒക്കെ നമ്മൾ ഇപ്പൊ അധികം യൂസ് ചെയ്യാറില്ല അല്ലെ. അപ്പൊ എന്തിന്റെങ്കിലൊക്കെ മുകളിലാണ്, അപ്പിലാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഡിക്ഷണറി ഡയറക്ടറി ഒക്കെ വരുമ്പോഴാണ് ലുക്ക് അപ്പ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇമ്പോർട്ടന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക എന്നൊക്കെ മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ലുക്ക് ഓവർ ആയിട്ട് മനസ്സിലാക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കുക കേട്ടോ. ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ് അല്ലെ. ലുക്ക് ആഫ്റ്റർ യുവർ പാരന്റ്സ്, ലുക്ക് ആഫ്റ്റർ യുവർ കിഡ്സ് എന്നൊക്കെ പറയും. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് ആണ് കേട്ടോ. ഓക്കെ, അതേസമയം ടേക്ക് ആഫ്റ്റർ ഉണ്ട്. അപ്പൊ ഈ ലുക്ക് ആഫ്റ്ററും ടേക്ക് ആഫ്റ്ററും തമ്മിൽ മാറിപ്പോരുത്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? റെസംബ്ലൻസ് ആണ്. അതായത് അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ഒക്കെയുള്ള സാദൃശ്യമുള്ള ആ ഒരു മീനിങ് ആണ് ടേക്സ് ആഫ്റ്റർ കേട്ടോ. ഇത് ലുക്ക് ആഫ്റ്റർ ആണ്. അപ്പൊ തമ്മിൽ മാറിപ്പോരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറിയിൽ നമ്മൾ വേർഡ്സിനെ സെർച്ച് ചെയ്യുമ്പോഴാണ് ലുക്ക് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഐ കനോട്ട് റീകളക്ട് ദ ഇൻസിഡന്റ്. ഇവിടെ റീകളക്ട് എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? റീകളക്ട് ചെയ്യുക എന്താണ്? കോൾ അപ്പ് ആണ്. കോൾ അപ്പ്. ഓക്കെ, അപ്പൊ കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ റീകളക്ട് ചെയ്യുക. ജസ്റ്റ് ഓർത്തോളൂ, നമുക്കൊരു കോൾ വന്നു, നമുക്കൊരു ഫോൺ കോൾ വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കോൾ അപ്പ് അല്ലെ, നമ്മൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു അല്ലെങ്കിൽ അപ്പിൽ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് ഫുൾ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ ആൾ ആരാണെന്ന് റീകളക്ട് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ റീകളക്ട് ചെയ്യാണ്, ഇത് ആരായി സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ ഐ കനോട്ട് റീകളക്ട് ദ ഇൻസിഡന്റ്. റീകളക്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കോൾ അപ്പ് ആണ്. ഇനി അടുത്തത് കോൾ ഓഫ് ആണ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. നമ്മുടെ കോൾ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ഇനി കോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് ആണ്. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഫോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിക്കറ്റിലെ ഫോർ ആയിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോ അമ്പയർ കോള് കോൾ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാറ്റ്സ്മാന് നല്ല ഡിമാൻഡ് അല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആണ് കേട്ടോ, ഡിമാൻഡ് ആണ്. ഓക്കെ, കോൾ ഇൻ എന്ന് പറഞ്ഞാൽ ആസ്ക് സംവൺ ടു കം എന്ന് പറയാം. ആസ്ക് സംവൺ ടു കം എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ കോൾ ഔട്ട്, ഇതും കൂടെ പഠിക്കുക കേട്ടോ. കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ് ആണ്. ഷൗട്ട് ഫോർ ഹെൽപ്പ് ആണ്. ഹെൽപ്പിന് വേണ്ടിയിട്ട് കോൾ ഔട്ട് ചെയ്തു അല്ലെ. നമ്മൾ ഔട്ടിൽ പോയിട്ട് കോൾ ചെയ്യുക, ഉറക്കെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പൊ കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ് ആണ്. ഓക്കെ, അപ്പൊ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ കോൾ ഓഫ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആണ് അല്ലെ. ഇനി കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ കോൾ അപ്പ് എടുത്തിട്ട് ഇങ്ങനെ റീകളക്ട് ചെയ്യാണ്. കോൾ ഇൻ എന്ന് പറഞ്ഞാൽ ആ സംവൺ ടു കം. കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ്. കിട്ടുന്നുണ്ടല്ലോ അല്ലെ. ഇനി അടുത്ത് നോക്കാം. മെനി പീപ്പിൾ ഡാഷ് ദ പുവർ. മെനി പീപ്പിൾ ഡാഷ് ദ പുവർ. എന്തായിരിക്കും ആൻസർ? ആൻസർ ലുക്ഡ് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ഡ് ഡൗൺ അപ്പോൺ എന്നും പറയും കേട്ടോ. അതായത് പുച്ഛിച്ച് കാണുക, അവർക്ക് വലിയ സ്ഥാനം കൊടുക്കാണ്ട് അവരെ എന്താ പറയാ പുച്ഛിച്ച് കാണുക, ആ ഒരു മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് ലുക്ഡ് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ഡ് ഡൗൺ അപ്പോൺ. അടുത്ത് നോക്കാം. ഐ കാൺ ഡാഷ് യുവർ റൂഡ്നെസ് എനിമോർ. ഓക്കെ, ഐ കാൺ പുട്ട് അപ്പ് വിത്ത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഐ കാൺ പുട്ട് അപ്പ് വിത്ത് യുവർ റൂഡ്നെസ് എനിമോർ. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക. ഓക്കെ, ടോളറേറ്റ് സഹിക്കുക. ഓക്കെ, സഹിക്കുക. ഇവിടെ മൂന്നെണ്ണം ഇല്ലേ, പുട്ടും ഉണ്ട്, അപ്പും ഉണ്ട്, വിത്തും ഉണ്ട്. അപ്പൊ മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ നമ്മളിത് സഹിക്കണം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ടോളറേറ്റ് ആണ്. അപ്പൊ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ് ആണ്. സപ്രസ് ചെയ്യുക.
നമ്മുടെ ഡൗണിലെ പുട്ടുകുറ്റിയിലെ ഡൗണിലെ പുട്ട് ഇങ്ങനെ അടിച്ചമർന്നിരിക്കുകയല്ലേ, അമർന്നിരിക്കാന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ സപ്രസ് ആണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാലോ ധരിക്കുക, വെയർ ചെയ്യുക. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ദി പ്രസിഡന്റ് ടു ക്ലാരിഫൈ ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ. പ്രൈം മിനിസ്റ്റർ ഡാഷ് ദി പ്രസിഡന്റ് ടു ക്ലാരിഫൈ ദി മാറ്റർ ഇൻ ഡീറ്റെയിൽ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അല്ലെ. അപ്പോ എന്താ ആൻസർ ആയിട്ട് വരിക? കോൾഡ് ഓൺ ആണ് അല്ലെ. കോൾഡ് ഓൺ. കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റ് എ പേഴ്സൺ, ഒരാളെ സന്ദർശിച്ചു, കോളിംഗ് ബെൽ ഓൺ ചെയ്തു എന്നൊക്കെ ഓർത്ത് വയ്ക്കുക അല്ലെ. ഇനി ഒരു സ്ഥലത്തെയാണ് സന്ദർശിക്കുന്നതെങ്കിൽ നമ്മൾ കോൾഡ് അറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഡാഷ് ദി ബസ്. എന്തായിരിക്കും ആൻസർ? ഷീ ഗോട്ട് ഓഫ് ദി ബസ് ആണ്. ഷീ ഗോട്ട് ഓഫ് ദി ബസ്. അപ്പൊ ഗോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലീവ് ചെയ്തു അല്ലെ. ലീവ് ചെയ്തു. അപ്പൊ ഗെറ്റ് ഓഫ് നമുക്ക് ഗെറ്റ് വെച്ചുള്ള പഠിക്കാം കേട്ടോ. ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ ഗോട്ട്. ഓക്കെ, അപ്പൊ ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാല് ലീവ് ചെയ്യാം, ലീവ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളത് നോക്കാം. ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ റിക്കവർ ചെയ്യാം. ഓക്കെ, റിക്കവർ ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഗെറ്റ് ബൈ എന്ന് പറഞ്ഞാൽ ടു പാസ്. ഓക്കെ, ഇതൊക്കെ പഠിക്കുക. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലീവ് ചെയ്യാം അല്ലെ. നമുക്ക് ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക അല്ലെ. നമുക്കൊരു ഓഫ് കിട്ടി, ഗെറ്റ് ഓഫ് അല്ലെ. നമുക്കൊരു ഓഫ് കിട്ടി, അപ്പൊ പിന്നെ നമ്മൾ ലീവ് ചെയ്യും അല്ലെ. നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകും, അപ്പൊ നമ്മൾ ലീവ് ചെയ്യും എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. ഇനി ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസുഖമൊക്കെ വന്നിട്ട് അതിൽ നിന്ന് ഗോട്ട് ഓവർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? റിക്കവർ ചെയ്യാൽ, അതിൽ നിന്ന് റിക്കവർ ചെയ്തു. അതാണ് ഗെറ്റ് ഓവർ. അതിൽ നിന്ന് അല്ലെ റിക്കവർ ചെയ്തു. ഗെറ്റ് ബൈ എന്ന് പറഞ്ഞാലോ ടു പാസ് ആണ്. ഓക്കെ, ടു പാസ് ആണ് ഗെറ്റ് ബൈ കേട്ടോ. ഗെറ്റ് ബൈ. ഗോട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഗെറ്റപ്പ് അറിയായിരിക്കുമല്ലോ. അതേപോലെ തന്നെ ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ടപ്പ് അല്ലെ. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എണീക്കുക. അപ്പൊ ഗോട്ടപ്പ് എണീറ്റു. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ഗോട്ട് ഓഫ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം. ദേ കനോട്ട് ഡാഷ് ദി ഫയർ. എന്തായിരിക്കും ആൻസർ? കെടുത്തുക എന്നൊക്കെ മീനിങ് വരുന്ന വാക്ക് ഏതാ? ഏത് ഫ്രേസിൽ വെർബാ പറയുന്നേ? പുട്ട് ഔട്ട് അല്ലെ. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാല് എക്സ്റ്റിങ്ക്യൂഷ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാല് എക്സ്റ്റിങ്ക്യൂഷ്. ഓക്കെ, കെടുത്തുക. പുട്ട് ഔട്ടിലേക്ക് എടുത്തു, പുറത്തേക്ക് എടുത്തു. ഇനി തീ അണയ്ക്കാം അല്ലെങ്കിൽ കെടുത്താം അല്ലെ. ദേ കനോട്ട് പുട്ട് ഔട്ട് ദി ഫയർ. പുട്ട് ഇൻ എന്ന് പറഞ്ഞാല് ഇൻസേർട്ട് ആണ് അല്ലെ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാലോ പോസ്റ്റ്പോൺ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാല് പോസ്റ്റ്പോൺ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ജാക്കി റെസംബിൾസ് ജാക്ക്. ഓക്കെ, അപ്പൊ റെസംബിൾസ് എന്ന് പറഞ്ഞ വാക്കിന് മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതെന്നാണ് ചോദ്യം. എന്താ? ടേക്സ് ആഫ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ഒക്കെ സാദൃശ്യമുള്ള അതിന്റെ ഒരു മീനിങ് വരുന്ന വാക്കാണ്, ഐ മീൻ ഫ്രേസൽ വെർബ് ആണ് ടേക്സ് ആഫ്റ്റർ. ഓക്കെ, ഇനി ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ. കൺട്രോൾ ചെയ്യുക അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം ടേക്ക് ചെയ്യാണ്, ഓവർ ആയിട്ട് ടേക്ക് ചെയ്തു, പിന്നെ അത് അയാളുടെ കൺട്രോളിലാവും ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ടേക്കൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ചെയ്യാം. ടേക്ക് എവേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാ അല്ലെ. ടേക്ക് എവേ അല്ലെങ്കിൽ ടുക്ക് എവേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ട് പോവാ. ഇനി ടേക്ക് ടു ഉണ്ട്. ടേക്ക് ടു എന്ന് പറഞ്ഞാല് അഡിക്റ്റ് ആവുക. ഓക്കെ, ശീലാവുക. ഇപ്പൊ മദ്യമൊക്കെ നമ്മൾ 2 ഗ്ലാസ് ടേക്ക് ചെയ്തു എങ്കിൽ നമ്മൾ അതിന് അഡിക്റ്റഡ് ആയി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം, വെറുതെ ഓർക്കുക കേട്ടോ. അതേപോലെ തന്നെ ടേക്ക് ഫോർ. ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നതെല്ലാം മിസ്റ്റേക്ക് ആണ് അല്ലെ. ഇപ്പൊ 4 ഗ്ലാസ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 4 ഗ്ലാസ് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നതെല്ലാം മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ ടേക്ക് ടു അഡിക്റ്റ് ആണ്, ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മിസ്റ്റേക്ക് ആണ്. അടുത്ത് നോക്കാം. ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ഫോർ റിട്രീറ്റഡ്. റിട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ പിൻവലിയുക എന്നൊക്കെ പറയില്ലേ, ആ മീനിങ് വരുന്ന വാക്ക് അല്ലെങ്കിൽ ഫ്രേസൽ വെർബ് ഏതാണ് അതിനകത്ത് വരുന്നത്? ഏതാ? ഫെൽ ബാക്ക് ആണ് കേട്ടോ. ഫെൽ ബാക്ക്. ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അവിടെ നിന്ന് ഇങ്ങനെ പിൻവലിഞ്ഞു പോവാ അല്ലെ. ബാക്ക് ചെയ്തു എന്നൊക്കെ പറയില്ല. അപ്പൊ ഫെൽ ബാക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിച്ചേരുക. ഗെറ്റ് അറ്റ്. അറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് അല്ല, ആ പ്ലേസിൽ എത്തിച്ചേർന്നു കേട്ടോ. എത്തിച്ചേരുകയാണ് ഗെറ്റ് അറ്റ് എന്ന് പറയുന്നത്. ഇനി ടേക്ക് ടു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അഡിക്റ്റ് ആവുക അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ, എല്ലാം പറയുന്നില്ല. കാരണം നമുക്ക് ഈ ഫ്രേസൽ വെർബ് ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം, പിന്നെയുള്ള അടുത്ത വീഡിയോകളിൽ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ചായിട്ട് പഠിച്ചു പോവാം. അപ്പൊ ടേക്ക് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മദ്യം 2 ഗ്ലാസ് എടുത്തു, അപ്പൊ അഡിക്റ്റ് ആയി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ്സസ് നളിനി ഡാഷ് ഹർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ
ബ്രോട്ട് അപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളത് നോക്കാം. അപ്പൊ ബ്രോട്ട് എന്ന് പറയുന്നത് ബ്രിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ. അപ്പൊ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വളർത്തിക്കൊണ്ടുവരിക അല്ലെ? ബ്രിങ് അപ്പ് കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ സത്യസന്ധതയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നു എന്നൊക്കെ മീനിങ് ആണ് വരുന്നത്. ബ്രിങ് അപ്പ് വളർത്തിക്കൊണ്ടുവരിക. ഇനി ബ്രിങ് എബൌട്ട് അല്ലെങ്കിൽ ബ്രോട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രോട്ട് എബൌട്ട് എന്ന് പറഞ്ഞാല് കോസ് ടു ഹാപ്പൻ, കാരണമാവുക. ഓക്കെ, കോസ് ടു ഹാപ്പൻ, കോസ് ടു ഹാപ്പൻ. ഇപ്പൊ ബ്രിങ് എബൌട്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോ കുറച്ച് ആൾക്കാരെ ബ്രിങ് ചെയ്തു, ഒരു ബോട്ടില് ബ്രിങ് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ എന്തെങ്കിലും ബോട്ടിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ എങ്ങനെ അത് സംഭവിച്ചു? ഹാപ്പൻ. ഓക്കെ, അപ്പൊ ബ്രിങ് എബൌട്ട്, അപ്പൊ ബ്രിങ് ചെയ്തു, ആൾക്കാരെ ബ്രിങ് ചെയ്തു ബോട്ടില്. എബൌട്ട് എന്ന് പറയുമ്പോൾ ബോട്ടില്. അപ്പൊ എങ്ങനെ സംഭവിച്ചു അല്ലെ? ഹാപ്പൻ, കോസ് ടു ഹാപ്പൻ ആണ് ബ്രോട്ട് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ്? റെഡ്യൂസ് ചെയ്യുക. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്ന് മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് ബ്രോട്ട് ഡൗൺ. കേട്ടോ. ഇനി ബ്രിങ് ഔട്ട്, ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെ? പുറത്തേക്ക് കൊണ്ടുവരിക, റിവീൽ ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് പബ്ലിഷ് ചെയ്യുക അല്ലെ? റിവീൽ ചെയ്യുക, പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മുടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അതാണ് ബ്രിങ് ഔട്ട്. റിവീൽ ചെയ്യുക, എല്ലാം പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക. ബുക്ക് പബ്ലിഷ് ചെയ്യുമെന്ന് പറയില്ലേ, അപ്പൊ അത് പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെ? അപ്പൊ അതേപോലെ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റിവീൽ അല്ലെങ്കിൽ പബ്ലിഷ് ആണ്. അടുത്ത് നോക്കാം. ദ പ്ലെയിൻ ഡാഷ് അറ്റ് 10 o'clock. നമ്മൾ ഈ പ്ലെയിനൊക്കെ ലീവ് ചെയ്തു അല്ലെങ്കിൽ ഡിപ്പാർട്ട് ചെയ്തു എന്നൊക്കെ മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ടുക്ക് ഓഫ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം തന്നെയുണ്ട് അല്ലെ? അപ്പൊ ടുക്ക് ഓഫ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് ഔട്ടിന് ഒരുപാട് മീനിങ്ങുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ടേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാളെ എലിമിനേറ്റ് ചെയ്യുക അല്ലെ? തീർക്കുക, കൊല്ലുക എന്നൊക്കെ മീനിങ് ഉണ്ട്. അസാസിനേറ്റ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഔട്ട് കൊണ്ടുപോയിട്ട്, ഓക്കെ, ടുക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക അല്ലെ? ഔട്ട് എടുത്തിട്ട് അയാളെ കൊന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നൊക്കെ മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് ടുക്ക് ഔട്ട്. ടുക്ക് ഔട്ട്. ഇനിയുള്ളത് വെന്റ് ഓൺ. അപ്പൊ വെന്റ് ഓൺ എന്ന് പറയുമ്പോൾ ഗോ ഓൺ ഓർക്കാലോ അല്ലെ? ഗോ ഓൺ, ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുക. ഇനി സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഔട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞാല് ബിഗിൻ എ ജേർണി, ഒരു ജേർണി ബിഗിൻ ചെയ്യുക കേട്ടോ. ബിഗിൻ എ ജേർണി, ബിഗിൻ എ ജേർണീനെ നമ്മൾ സെറ്റ് ഔട്ട് അല്ലെ? സെറ്റിലുള്ള നമ്മുടെ കൂട്ടുകാരെല്ലാം ഔട്ടിൽ പോകും. എന്തിനാ? ഒരു ജേർണിക്ക് വേണ്ടിയിട്ട് പോകും എന്ന് ഓർക്കാം. ഓക്കെ, അതേപോലെ തന്നെ സെറ്റ് ഓഫ്, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ജേർണിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ സെറ്റ് ഔട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കൊണ്ട് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ബ്രോട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വളർത്തിക്കൊണ്ടുവരികയാണ്. ബ്രിങ് എബൌട്ട് അല്ലെങ്കിൽ ബ്രോട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ആണ് അല്ലെ? ബ്രിങ് എബൌട്ട്, ബോട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെ അത് ഹാപ്പൻ ചെയ്തു അല്ലെ? ബ്രോട്ട് ഡൗൺ അല്ലെങ്കിൽ ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക. ബ്രോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ റിവീൽ ചെയ്യുക, പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെ? ബ്രിങ് ഔട്ട് അല്ലെങ്കിൽ ബ്രോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരിക. ടുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടുക്ക് ഓഫ് അല്ലെ? എന്താണ്? ഡിപ്പാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ലീവ് ചെയ്യുക. ടുക്ക് ഔട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഫിനിഷ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇനി വെന്റ് ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ അല്ലെ? ഷോ മസ്റ്റ് ഗോ ഓൺ, കണ്ടിന്യൂ. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഔട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജേർണി ബിഗിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ഫ്രേസൽ വെർബ് നമ്മൾ ഒറ്റ ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സെക്കൻഡ് ക്ലാസ് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്ന് തന്നെ പഠിച്ചെടുക്കുക കേട്ടോ. കാരണം ഫ്രേസൽ വെർബ് മെമ്മറിയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രേസൽ വെർബിന്റെ കാര്യങ്ങൾ ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ച് സെറ്റ് ആക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.